ക്രിസ്ത്യൻ ബെയിൽ ഡാർക്ക് നൈറ്റിൽ എണിച്ച് വന്ന സ്ഥലമാണ്. ആ ഇവിടെ നിന്നാണ് ജാനുമി കഴിഞ്ഞ തവണ ഓടിപ്പോയത്. അതിനകത്ത് ഈ മലയാളത്തിൽ നല്ല രീതിയിൽ എങ്ങനെ പറയാന്ന് പറഞ്ഞത് രാജാവിന്റെ കുൽസിത കുട്ടികളുടെ ഉടുപ്പാണ് ഈ റാണിയുടെ ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വെച്ചിരിക്കുന്നത്. സതിക്കും ജോഹറിനും ഒക്കെ പോകുന്നതിന് മുമ്പ് സ്ത്രീകൾ ഇവിടെ കൈ പതിപ്പിച്ചിട്ട് പോയതാണ്. ഇതൊക്കെ കൊള്ളാം. കൊച്ചുകിടന്ന് എടുക്കാൻ എവിടെ പേലകള് വരും അള്ളിക്കൊണ്ട് പോകും അല്ലേ. മര്യാദക്ക് ഇങ്ങോട്ട് വരുന്ന ഞാൻ അങ്ങോട്ട് വരണമെന്നാണോ ചോദിക്കണേ? ഗോമാമി ആ ഗലിയിൽ കൂടെ നടന്നു വന്നപ്പോഴത്തേക്ക് അടഞ്ഞ മൂക്ക് തുറന്നതല്ലേ പറഞ്ഞേ. നീ പല ടൈപ്പ് സ്വീറ്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. തോർ കണ്ടിട്ടുണ്ടോ? ഹലോ ഗൈസ്, നമസ്കാരം. തോർ സ്വീറ്റ് നിങ്ങൾക്കും കാണിച്ചു തരാമേ. ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ഗോപികയും അജീഷും ജാനുമിയുടെ ഗോപമാമിയും ഡാഡയുമായിട്ട് ജയ്സൽമേറും ജോധ്പൂറും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സീരീസ് ആണല്ലോ ഇത്. അതിൽ ജോധ്പൂരിലെ ഡേ 2 എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഇത് സുബിൻ, അത് ജാനകി ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ടാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഡേ 2 ഓഫ് ജോധ്പൂർ ആണ്. നമ്മളിതിനിടയ്ക്കൊന്ന് ജയ്സൽമേർ വരെയൊക്കെ ഒന്ന് പോയിട്ട് വന്നായിരുന്നു. പക്ഷേ ആ വ്ളോഗ് നിങ്ങൾ മിക്കവാറും ഇത് കഴിഞ്ഞായിരിക്കും കാണുന്നത്. ലാസ്റ്റ് ഡേ നമ്മൾ ഉമേദ് ഭവനിൽ പോയി. അത് കഴിഞ്ഞ് 2 ഡേയ്സ് ഞങ്ങൾ ജയ്സൽമേറിലായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ തിരിച്ചെത്തി. ഇന്ന് നമ്മളിവരെ മെഹ്റാൻഗഡ് ഫോർട്ടും ടൂർജി കാ ജാലറയും കാണിക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യല്ലേ? കം, ലെറ്റ്സ് ഗോ. ക്രിസ്ത്യൻ ബെയില് ബാറ്റ്മാൻ ഏതൊരു ഡാർക്ക് നൈറ്റിലാണെന്ന് തോന്നുന്നു. ഡാർക്ക് നൈറ്റിലാണ് ബെയിനുള്ളത്. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സീനിന്റെ ഇടയിൽ കേട്ട ക്രിസ്ത്യൻ ബെയിൽ ഡാർക്ക് നൈറ്റിൽ എണിച്ച് വന്ന സ്ഥലമാണ്. ആ കാണുന്ന ടാങ്ക് ഇവിടെ കൂടെ കാണുന്ന ഈ ഒരു സ്പോട്ട് അല്ലേ. ടാങ്ക് ഒന്നും അല്ല, അതൊരു ടാങ്ക് പോലെയാണ് അതിൽ കാണിക്കുന്നത്. പക്ഷെ അത് ഇത്രേ ഉള്ളൂ. അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതിൽ ബാക്ക് ഡ്രോപ്പിൽ ഈ മെഹ്റാൻഗഡിന്റെ ഈ ഒരു വ്യൂ. പിന്നെ ഇതാണ് ജോധ്പൂരിലെ ബ്ലൂ ഹൗസസ്. ഈ ഹൗസസ് കാരണമാണ് ജോധ്പൂരിനെ ബ്ലൂ സിറ്റി എന്ന് പറയുന്നത്. വളരെ കുറച്ച് വീടുകൾ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ, പക്ഷെ അതാണ് സംഭവം. പിന്നെ ഇതാ കാണുന്നതാണ് ജസ്വന്ത് താട അല്ലേ ഉണ്ണി? ഈ ഒരു വെള്ള കാണുന്നതാണ് ജസ്വന്ത് താട. നമ്മൾ അവിടെ പോകുന്നുണ്ടോ? ഇവിടെ എപ്പോഴും പാരറ്റ് വന്നിരിക്കും. നിങ്ങൾക്ക് പാരറ്റ് കാണാമോ? അതാ ഇവിടെ കാണോ പാരറ്റ്. ഈ സ്ഥലത്ത് എപ്പോൾ ഞാൻ വന്നാലും ഇവിടെ ഒരു പാരറ്റ് കാണും. ഇതാണ്ട് ആ ഒരു കൈവരിയിലിരിക്കുന്നുണ്ട്. ഇതാ ബ്ലൂ സിറ്റി. ഇതിലിപ്പം എല്ലാ വീടുകളൊന്നും ബ്ലൂ അല്ല, പണ്ട് എല്ലാ വീടുകളും ബ്ലൂ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മെഹ്റാൻഗഡ് ഫോർട്ടിൻ്റെ ആ ഒരു മ്യൂസിയം ഏരിയയിലൊക്കെ നമ്മൾ കയറുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ്. ഇവിടെ കുറേ ക്യാനൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ടേബിളും ചെയർസും ഒക്കെ കണ്ടു. ഇവിടെ ഒരു ഫൈൻ ഡൈനിങ് സെറ്റപ്പ് എന്തൊക്കെയോ ഉണ്ട്, അത് നമുക്ക് ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റുന്നത്. ഇവിടെ കമ്പി പോലെ ഇട്ടിരിക്കുന്നത് കണ്ടോ, അവിടെ ഇങ്ങനെ ഓപ്പൺ ആണ്. അതുവഴിയാണ് ജാനുമി ഒരിക്കൽ ചാടിപ്പോവാനൊക്കെ നോക്കിയത്. അതൊരു വലിയ സാഹസികമായ കഥയാണ്, പറഞ്ഞുതരാം. ഇവിടെ നിന്നാണ് ജാനുമി കഴിഞ്ഞ തവണ ഓടിപ്പോയത്. കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോൾ നമ്മളിവിടെ എന്തോ ഒരു ടേബൻ കെട്ടുന്ന പരിപാടിയുണ്ട്. നമ്മളത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജാനുമി ഇതിൻ്റെ അടിയിലൊക്കെ കൂടി, ഈ വള്ളിയുടെ ഒക്കെ അടിയിൽ കൂടെ ഓടിപ്പോയി. ആ ഏരിയയിലാണെങ്കിൽ കുറച്ച് ഡേഞ്ചറസ് ആണ്. പിന്നെ നമ്മൾ ഈ തടിയൊക്കെ തട്ടി മാറ്റി, ഇവരുടെ ചെയിനൊക്കെ തട്ടി മാറ്റി ഓടിപ്പോയി ജാനുമിയെ പിടിച്ചോണ്ട് വന്നു. ജാമിൻ ഹായ് ക്ഷീണിച്ച? ഈ ഒരു സാധനമില്ലേ, ഈ വിൻഡോ ഷേഡ് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അത് മാക്സിമം ഈ മാർവാർ റീജിയനിലെ ജനലാണ് ഈ ഒരു ഷേപ്പിലിരിക്കുന്നത്. ഹിസ്റ്റോറിയൻ സുബിൻ സ്പീക്കിംഗ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക.
ഇത് ഫുൾ പല ടൈപ്പ് പാലങ്ക്വിൻസ് ആണ്. പാലങ്ക്വിൻസ് അല്ലേ ഇത്? ഹൗഡ എന്നാണ് ഇവിടെ പറയുന്നത്. സംഭവം അത് തന്നെ, മറ്റേ ആനപ്പുറത്തും കുതിരപ്പുറത്തും. അല്ല, ആക്ച്വലി പാലങ്ക്വിൻ എന്ന് പറയുന്നത് കൈ പിടിച്ചോണ്ട് പോകുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? ആ വ്യത്യാസം കാണുമായിരിക്കും. സിൽവറും ബ്രാസും ഒക്കെയാണ് കേട്ടോ പലതും. പിന്നെ തടിയുടെ ഉണ്ട്. ഞങ്ങൾ ആനപ്പുറത്ത് വയ്ക്കുന്നത് അല്ലേ, ക്യാമലിൻ്റെ പുറത്ത് വയ്ക്കുന്നുണ്ട് ഇവിടെ. ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സിൽവറോ ബ്രാസോ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് വായിച്ചു. ഇത് വുഡൻ ആണല്ലേ, വുഡൻ പോസ് ചെയ്ത് വാങ്ങിക്കാൻ. മിറർ വർക്ക് ഉള്ളതാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ കണ്ടപ്പോൾ ഇതൊക്കെ കണ്ട് ഞെട്ടിയായിരുന്നു. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ ഓരോ തവണ നാട്ടിൽ നിന്ന് ആളുകൾ വരുമ്പോഴും കൊണ്ടുവന്ന് കാണിച്ച് അല്ലേ, നമുക്കിതിനൊന്നും കാണുമ്പോൾ ഇപ്പോൾ ഒന്നും തോന്നാത്തൊരവസ്ഥയായി മാറി. പക്ഷെ ശരിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ കാലത്ത് ഇത്രയും വർക്കൊക്കെ ചെയ്ത സാധനങ്ങളുണ്ടെന്ന് പറയുന്നത് ഒരു വണ്ടർ തന്നെയാണ്. ഇപ്പോൾ ഇത്രയും ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ കാലത്ത് പൊളിയായിരുന്നു ഗൈസ്, പൊളിയായിരുന്നു. ജാനുവയുടെ ഹൗഡയിൽ ജാനുമീരെ ഹൗഡ കാർ സീറ്റാണ്, അതിലിരിക്കില്ല. ജാനുമീരെ പല്ലക്ക് ഹൈ ചെയറാണ്, അതിലിരിക്കില്ല. അവൾക്ക് ഇതിലിരിക്കണം. ജാനുമീരെ പല്ലക്കിലിരിക്കാം. ഓക്കെ ഡൺ, ഓക്കെ ഡൺ പറ. ഓക്കെ തംസപ്പ് ആണെങ്കിൽ ഓക്കെ ഡൺ തംസപ്പ് തന്നെ. ഓക്കെ ഡൺ. ഞാൻ നേരത്തെ പറഞ്ഞ എലിഫന്റിന്റെ പുറത്ത് വയ്ക്കുന്ന പാലങ്ക്വിൻ അല്ല, ഈ പറഞ്ഞ ഹൗഡയായിരുന്നു. ഇതാണ്, ഈ റൂമാണ് ഫുള്ള് പാലങ്ക്വിൻ. മറ്റേ പല്ലക്ക് എന്ന് നമ്മൾ പറയുന്ന സാധനം. പല ടൈപ്പ് പല്ലക്കുകളാണ് ഈ റൂം ഫുൾ. ഗോമാമി ഇത് കണ്ടോ? ആ കാലത്ത് ഉണ്ടാക്കിയ ഒന്ന് ഇരുന്ന് പോയാൽ കൊള്ളാന്നില്ലേ ഗോപിക്ക്? എന്തോന്ന് മോശം? ഞാൻ പറഞ്ഞ ചെയിനൊന്നും കയറി പിടിക്കാൻ പാടില്ല എന്ന്. ഓക്കെ ഡാഡ് ചലോ. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം മെഹ്റാൻഗഡ് ഫോർട്ടിൻ്റെ മ്യൂസിയം സെക്ഷനാണ്. ഇവിടെ അവരുടെ വെപ്പൺസ്, പാലങ്ക്വിൻസ്, ഉടുപ്പുകൾ, പെയിൻറ്റിങ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കുറേശ്ശെ കാണും ഇനി അങ്ങോട്ട്. പക്ഷെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ഈ ദിവസം, അതുകൊണ്ട് ഒത്തിരി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഇങ്ങനെ എല്ലാം നാച്ചുറൽ കളേഴ്സിൽ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞ് ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഏത് കളർ ഏതിൽ നിന്ന് എടുക്കുന്നത്. നോർമൽ രാജാവിൻ്റെ ഉടുപ്പല്ലേ ഗോപ? നമ്മൾ ജയ്സൽമേറിലൊരു ആചാര ബാഹുവിൻ്റെ ഉടുപ്പ് കണ്ടില്ലായിരുന്നു? അപ്പോൾ ഈ മെഹ്റാൻഗഡ് ഫോർട്ടിനകത്ത് തന്നെ മോത്തി മഹൽ, ശീഷ് മഹൽ, ഫൂൽ മഹൽ എന്നൊക്കെ പറഞ്ഞ് കുറേ റൂംസ് ഉണ്ട് കേട്ടോ. ആദ്യം അത് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആണ്, വേറെ തന്നെ സ്ഥലങ്ങളാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല, അതെല്ലാം മെഹ്റാൻഗഡ് ഫോർട്ടിനകത്തുള്ളതാണ്. ഈ കാണുന്നതാണ് ശീഷ് മഹൽ. അപ്പോൾ അത് ഫുൾ ഗ്ലാസ് മിറേഴ്സ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതുകൊണ്ടാണ് ശീഷ എന്ന് പറഞ്ഞാൽ മിററാണല്ലോ, ശീഷ് മഹൽ എന്നുള്ള പേര് വന്നേക്കുന്നത്. അതുപോലെ ഓരോ റൂമിനും ഓരോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ച്. ഇത് ഫൂൽ മഹൽ ആണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. അതെ, ഫൂൽ മഹലും മോത്തി മഹലും കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ ഇത് ഫൂൽ മഹൽ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ആ കൊട്ടാരത്തിനകത്ത് ഓരോ റൂംസിന് ഇട്ടേക്കുന്ന ഓരോ പേര്, അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് അവരിട്ടേക്കുന്ന ഓരോ പേരാണിത്. നമ്മൾ തിങ്സ് ടു സീ ഇൻ ജോധ്പൂർ എന്ന് അടിച്ചു നോക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ വരും. അപ്പം നമുക്ക് കൺഫ്യൂസിങ് ആണ്, ഇതൊക്കെ വേറെ സ്ഥലങ്ങളാണോ എന്ന്. പക്ഷെ അല്ല, ഇതെല്ലാം മെഹ്റാൻഗഡ് ഫോർട്ടിനകത്താണ്. ഇപ്പം ഈ കാണുന്ന മുറിയാണ് തക്കത്ത് വിലാസ്. അപ്പം അങ്ങനെ ഓരോ മുറിക്കും ഓരോ പേരുണ്ട്. ഇതാണ് തക്കത്ത് വിലാസ് എന്ന് പറയുന്ന മുറി. തക്കത്ത് വിലാസ് മഹാരാജ തക്കത്ത് സിംഗിന്റെ റൂമാണ്. അവിടെ പുള്ളിക്കാരൻ എല്ലാ ടൈപ്പ് ഓഫ് ഗെയിംസും കളിക്കും. ബോർഡ് ഗെയിംസ്, കാർഡ് ഗെയിംസ് ആണ് ഗൈഡ് പറഞ്ഞത്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഒരു ഗൈഡ് പറഞ്ഞാണ്. അതിനകത്ത് ഈ മലയാളത്തിൽ നല്ല രീതിയിൽ എങ്ങനെ പറയാന്ന് പറഞ്ഞത്, രാജാവിന്റെ കുൽസുക പ്രവർത്തിയിൽ വേണ്ടി ഉപയോഗിച്ചിരുന്ന മുറി. ജാനമിക്ക് സ്റ്റേജ് കളിക്കണം. കണ്ട സ്റ്റേജ് പോലെ ഉണ്ടോ? അവളെ കുറ്റം പറയാൻ പറ്റും. രാജാവിന്റെ കാർപ്പറ്റിലെ സ്റ്റേജിൽ അവൾക്ക് ഡാൻസ് കളിക്കും. എന്തൊക്കെ ആഗ്രഹങ്ങളാണ് കണ്ട. പണ്ട് മറ്റേ ഗോവയിലെ മറ്റേ മ്യൂസിയത്തിൽ പോയപ്പോൾ അവൾക്ക് 6 ലക്ഷം രൂപയുടെ ആർട്ടിഫാക്റ്റ് വേണ്ടായിരുന്നു. എക്സ്പെൻസീവ് കൊച്ചാണ്. ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ട് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞു. ഇത് റാണിയുടെ എന്തോ ഉടുപ്പാണ് പോലും, പോഷക്ക്. ഇത് കണ്ട് കഴിഞ്ഞൊരു കൊച്ചു കുട്ടിയുടെ ഉടുപ്പാണ്. എനിക്ക് തോന്നുന്നു ആ കാലത്തൊക്കെ ഇത് രാജകുമാരന്മാരുടെയാണല്ലോ.
ആ കാലത്തൊക്കെ 16, 15, 14 വയസ്സിലൊക്കെ കെട്ടിക്കുന്ന അത്ര തന്നെ ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുട്ടികളുടെ ഉടുപ്പാണ് ഈ റാണിയുടെ ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ പഴയ ഗൈഡ് പറഞ്ഞല്ലേ ഇത് ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് ഈ സ്റ്റെയർ എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഗൈഡ് സുബിൻ, നേരത്തെ നിങ്ങൾ താഴെ ഹിസ്റ്റോറിയൻ സുബിനൊക്കെ ഉണ്ട്, ഇപ്പൊ ഗൈഡ് സുബിൻ. പല ടൈപ്പ് തൊട്ടിലുകളല്ലേ ഉണ്ണിമ? തൊട്ടിൽ സദിക്കും ജോഹറിനും ഒക്കെ പോകുന്നതിന് മുമ്പ് സ്ത്രീകൾ ഇവിടെ കൈ പതിപ്പിച്ചിട്ട് പോയതാണ്. ആ കൈയുടെ സൈസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കഷ്ടം തന്നെ, കൊച്ചു പിള്ളേരാണ്. കുട്ടനാടൻ പൂജയാണ്. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഹരിവരാസനവും കുട്ടനാടൻ പുഞ്ചയും ജാനുമയുടെ കേളി ഹെയർ ഒറിജിനൽ ആണോ ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച ആദ്യത്തെ ആള് ഈ ചേട്ടനായിരുന്നു. ജാനുമയുടെ ഹെയർ സ്റ്റൈൽ ആദ്യമായിട്ട് കോംപ്ലിമെന്റ്സ് ഇട്ടിരിക്കുകയാണ്. ഈ ഒരു വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാൻ എപ്പോൾ ഇതിലെ പോയാലും അത് ആലോചിക്കും. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെഹ്റാൻഗഡ് ഫോർട്ട്. ഇവിടെ നിന്ന് ഭയങ്കര വ്യൂ ആണ് കേട്ടോ പല സ്ഥലത്തു നിന്നും. ഇനി ആരുണ്ട് ബാക്കി? ജാനുമി ഒക്കെ പഠിപ്പിച്ചിരിക്കുകയാണ് ഞാൻ. ജസ്റ്റ് ഒരു മാർബിൾ സെനറ്റ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞോളാണ്. ഷൂസ് ഊരണമെന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഒരു മാർബിൾ സെനറ്റ പരീക്ഷ. അതെ, പോണോന്നുള്ളവർ ആദ്യം പറയണം പോണോന്ന്. ഞാൻ ഓൾറെഡി എല്ലാം കണ്ടിട്ടിരിക്കുന്നോണ്ട് കുഴപ്പമില്ല. എന്തായാലും ഷൂസ് വരുന്നുണ്ട്. ഞങ്ങളെ ജസ്റ്റ് എന്താണ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളായി. അങ്ങനെ നല്ല വിശപ്പും വാടകയ്ക്കെടുത്ത വയറുമായിട്ട് ഞങ്ങൾ ചെന്ന് കയറി ദ യൂറോപ്യൻ സ്ട്രീറ്റ് കാഫേ. ജോധ്പൂരിലെ ഞങ്ങളുടെ ഒരു ഫേവററ്റ് കഫേയാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അവിടെ ചെന്ന് ഞങ്ങൾ പാസ്തയും ചിക്കൻ്റെ എന്തോ ഡിഷും ഒക്കെ ഓർഡർ ചെയ്ത് നല്ല മുക്കറ്റം കഴിച്ചു. എല്ലാം സൂപ്പർ ടേസ്റ്റി ആയിരുന്നെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. എടുത്തോ ഞാൻ തൂക്കാം. വേണോ? തൂക്കണോ? തൂക്കാം. ഇതിനകത്തുമായി പണ്ട് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചാടിയിട്ട് തലയൊക്കെ ഇടിച്ചിട്ടുള്ള കേസ്. അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അതിനകത്ത് ഇങ്ങനെ കണ്ടോ മീനുകൾ കിടക്കുന്നത്. ഇതാണ് തൂർജിക്ക ജാൽറ.
പറഞ്ഞോളൂ. എന്ത് പറയാനാണ്? ഇവിടെ ഇപ്പോൾ ഒരുത്തൻ ചാടി. ഇവിടെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്, ഇവിടെ മോളിൽ നിന്നൊക്കെ എടുത്ത് ചാടും. എവിടെ? പേലകള് വരും, അള്ളിക്കൊണ്ട് പോകും അല്ലേ? ഇതൊരു സ്വിമ്മിംഗ് പൂൾ അല്ല. ആക്ച്വലി ഡേഞ്ചർ ഉണ്ട് അല്ലേ? പക്ഷെ ഇവിടുത്തെ ലോക്കൽസിന് അറിയാടേ എവിടോട്ട് ചാടിയാ തലക്കുള്ളൂ. യെസ്, അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെ ഇവിടെ നിന്ന് ആരും ചാടുന്ന കാണിക്കാൻ നിവർത്തിയില്ല. പേലകൾ വന്ന് അള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ റീല് കാണാം. ഫോളോ ഇനി അങ്ങോട്ട് ഓൺ ഇൻസ്റ്റാഗ്രാം. മര്യാദക്ക് ഇങ്ങോട്ട് വരുന്നത് ഞാൻ അങ്ങോട്ട് വരണമെന്നാണോ ചോദിക്കണത്? കൊല്ലൊന്നും ഇല്ല, ചുമ്മാ തള്ളാതുണ്ടിമ്മ, എന്നാലും പിടിച്ചോണ്ട് പോവും. ഇതാണ് അവസ്ഥ. ഗോമാമി ആ ഗലിയിൽ കൂടെ നടന്നു വന്നപ്പോഴത്തേക്ക് അടഞ്ഞ മൂക്ക് തുറന്നതല്ലേ പറഞ്ഞ? ഇവിടെ എല്ലാ ഗലിക്കകത്തും മൂത്രനാറ്റമാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇവിടെയും ഏകദേശം ആ അവസ്ഥ തന്നെ. അങ്ങനെ ഗോമാമിയുടെ അടഞ്ഞ മൂക്ക് തുറന്നിരിക്കുകയാണ്. ഗോമാമി ഇപ്പൊ സ്വീറ്റ്സ് വാങ്ങിക്കാൻ പോണു. ഗോമാമി പോണ്ട, ഗോമാമി നാളെ പോകുന്നു. പോണമെന്നില്ല, പക്ഷെ പോയല്ലേ പറ്റൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ജോധ്പൂരിലെ ഞങ്ങളുടെ ഫേവററ്റ് വെജിറ്റേറിയൻ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം കം സ്വീറ്റ് ഷോപ്പ്. നമ്മൾ നാട്ടിലോട്ട് എപ്പോഴും സ്വീറ്റ്സ് വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. നീ പല ടൈപ്പ് സ്വീറ്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. തോറ് കണ്ടിട്ടുണ്ടോ? എനിക്ക് വയ്യതാ തോറ്. ജാനുമിക്ക് വേണോ? എന്ത് വേണം പറ. ജാനുമിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു? അച്ഛനടുത്ത് നേരത്തെ പറഞ്ഞു സ്ട്രോബെറി കീ. അതില്ലാന്ന് പറഞ്ഞു. വേറൊരു സാധനം പറഞ്ഞു ജാനുമി. ലഡ്ഡു വേണം. ഏത് കളറ്? യെല്ലോ കളർ ലഡ്ഡു വേണം. വേണ്ടേ? പിന്നെന്ത് വേണം? സ്ട്രോബെറി ടീം ഇനി ഉണ്ടാക്കാൻ പറയണം. ഇനി ഉണ്ടാക്കിയിട്ട് അവർ റെഡിയാക്കിയിട്ട് പറയും. പല ഫ്ലേവേഴ്സിലും മറ്റേ നമ്മുടെ നാട്ടിൽ പൊട്ടാറ്റാസ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ മാക്സിക്കം, മഞ്ചൂറിയം ഒക്കെ ഉണ്ട്. കാണിച്ചു നോക്കാം. ഗ്രീനും പിങ്കും വേണം. തരും, തന്നിരിക്കും. ജാനകിക്ക് ഗ്രീനും പിങ്കും വേണം കേട്ടോ. സാധാരണ മത്തി കണ്ടിട്ടുണ്ട്, അച്ചാറി മത്തിയും മസാല മത്തിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതാണ് എന്ത് വെയിറ്റ് ചെയ്തിരിക്കണ? സ്ട്രോബെറി പേടയോ? ഇതും വേണോ? ചുമ്മാ വരുന്നതാ, ചുമ്മാ വരുന്ന. ഇതെന്ത് പറ്റി ഇവിടെ? എങ്ങനെ? രാത്രി നഖം കൊണ്ടോ? അങ്ങനെ അവർക്ക് പോവാൻ സമയമായി ഗൈസ്. എത്ര സമയം സ്പെൻഡ് ചെയ്താലും നമുക്ക് വേണ്ടപ്പെട്ടവർ പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണല്ലേ. തലയില് പൂ വീണതടാ. മാമി പോയിട്ട് വരട്ടാ? ഉമ്മ തരുമോ? ഡാഡിക്ക് ഒരു ഉമ്മ കൊടുത്തോ? അയ്യോടാ, മിസ് യു. ഓനോ ഡാഡ ഫ്ലൈറ്റിലല്ലേ പോകുന്നേ? ഇനി നിങ്ങൾ താമസിക്കും കിടക്കുന്ന അതവിടെ കൊച്ചി കിടക്കുന്ന ജാനുവിയുടെ കാർ ഇതാ കിടക്കും. ജാനുവി പോണെന്നാണെന്ന് തോന്നുന്നു ജാനുവിയുടെ വിചാരം. പിരിയുന്നത് വിഷമം തന്നെ ആണെങ്കിലും until next time we have these beautiful memories. ജാനുവി ഊതി ഊതി തരാം. ഇവിടെടാ ഫോട്ടോ. അവിടെയാണോ?
മിസ് യു.